ബാക്ക് സ്മിയൻഷു. ഇപ്പോൾ നമ്മളെ ബ്ലാക്ക് മാൻ്റെ ട്രിപ്പ് ആയിട്ടാണ് നമ്മളിന്ന് വന്നത്. അപ്പോൾ നമ്മളെ ബ്ലാക്ക് പോയിൻ്റ് ട്രിപ്പിൽ എല്ലാവരും ട്രിപ്പ് ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് നിൽക്കാനായിട്ട് വെച്ച്. അപ്പം ഈ ട്രിപ്പാണ്. പിന്നെ നമുക്ക് നേരെ ചെക്കന്മാരെ വണ്ടി കയറ്റാനായിരുന്നു. ഇപ്പോൾ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ പോയി ഇവിടെ സീനായിട്ട് ഇരിക്കുന്നുണ്ട് വെച്ച്. ലുക്കില്ലേ ഒരു മാരക ലുക്കനാണ്. ഇപ്പം നമ്പർ ബോർഡ് കിട്ടിയില്ല, അതിന് മുന്നേ നമ്മൾ ട്രിപ്പ് എടുത്തിട്ടുണ്ട് വെച്ച്. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നമുക്ക് നമ്പർ ബോർഡ് എന്താ പിന്നെ പോലീസിനൊക്കെ ആര് പേടിക്കുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് കണക്ട് ചെയ്യാം, ടീമിനൊക്കെ കയറ്റാം. കുറേ ദിവസം ഇവിടെ നിന്നിട്ട് നമുക്ക് നേരെ തിരിച്ചു പോകാനാണ് ഗൈസ്. അങ്ങനോട് നമ്മൾ വീണ്ടും പോകാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ബാക്ക് അടിച്ച് എടുത്തേക്കാം. ബാക്ക് ന്യൂസ് ഗിയർ ഇടാതെ മുന്നിൽ കിട്ടുന്നു. ഇതാണ് ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഇതുണ്ടാവും ഗൈസ്. ഇതിൻ്റെ ഇൻറ്റീരിയർ വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വിടാം. അപ്പോൾ ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ഫുൾ ഔട്ട് ഓഫ് ലുക്ക്. നമുക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് സീനാക്കിയാണ് പോയിട്ട് ഗൈസ്. വണ്ടി ലൈറ്റ് വർക്കിലാണൊരു വ്യത്യാസം, നമ്മൾ വണ്ടി വരത്തില്ല ഗൈസ്. അപ്പോൾ എല്ലാ വണ്ടി നമ്മളെ ഗരേജ് കിടപ്പുണ്ട് ഗൈസ്. അപ്പം നേരെ ഇനി നമുക്ക് നമ്മളെ വീട്ടിൽ പോകണം. അപ്പം ഇനി ഇവിടെ നിന്നുള്ള പരിപാടിയൊക്കെ നിർത്തി ഇനി നേരെ വീട്. അപ്പം നേരെ വീട്ടിൽ പറപ്പിക്കാം. അപ്പോൾ കൊമ്പനൊക്കെ ഉണ്ടല്ലോ ഗൈസ് ഇവിടെ. നമ്മളപ്പോൾ ട്രിപ്പിന് വന്ന വണ്ണസ് മുന്നിൽ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും വണ്ണസിനെ വെട്ടിക്കാം നമുക്ക്. നമ്മൾ വെട്ടിച്ചാൽ പിന്നെ വണ്ണസിന് മത്സരം ഗൈസ്. നമ്മളും വണ്ണസ് പോയി ഇഞ്ചിന് പോരാട്ടെ ഗൈസ്. എന്തായാലും നമുക്ക് നേരെ ഇനി വിടാം. നല്ല പവറിലായിരുന്നു ഗൈസ് ഉണ്ടായിരുന്നത്. വന്ന പവറൊക്കെ അതേമാതിരി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്ലീപ്പിങ്ങിലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ലൈറ്റിലിട്ട് പോകണം ഗൈസ്. അപ്പം ചിലപ്പം ബ്രൈറ്റ് അടിക്കാൻ കഴിയില്ല ഇനി ഗൈസ്. അതാണ് ഇനി കഷ്ടം. നമ്മൾ ബ്രൈറ്റ് ഇട്ടാനാണ് പോകുന്നത് ഗൈസ്. അപ്പം ഇനി ഇങ്ങനെ പോകണതന്നെ സുഖം ഗൈസ്. അപ്പം ബ്രൈറ്റ് അടിക്കാൻ വേണ്ടി പോക്കും. അപ്പോൾ നമുക്ക് നേരെ ഇനി പോകണം ഗൈസ്. കിടിലൻ വൈബാണ് നൈറ്റ് ഡ്രൈവിങ് പറയുന്നത് ഗൈസ്. അപ്പോൾ ഓരോ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഓരോരുത്തർ സൈഡ് തരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മളെ ബസ്സിൻ്റെ പ്രത്യേകത ഗൈസ്. അപ്പോൾ ഏതായാലും ലൈൻ ബസ് മുന്നിൽ പോകുന്നുണ്ട്. നൈസായിട്ട് ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി വണ്ണസൊക്കെ ഏത് മൂലയിലാണ് പോയി കിടക്കുന്നത് അറിയില്ല കേട്ടോ ഗൈസ്. ഇവിടെ ഞാൻ ഒറ്റക്കാണ്. അപ്പം നേരെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. വന്നിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിലേക്ക് കയറുകയാണ്. അപ്പം വണ്ടിയെല്ലാം ക്ലീനായിട്ടാണ് നമ്മൾ കൊണ്ടെടുക്കുള്ളൂ ഗൈസ്. പിന്നെ ഹോട്ടലിലേക്ക് കയറ്റി നിർത്തണം വണ്ടി. എന്നിട്ട് എല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കട്ടെ. കാരണം ഒന്നാമതെല്ലാവരും ടയേർഡാണ് ഗൈസ്. അപ്പം ഇനി ട്രിപ്പ് പോവല്ലേ ഗൈസ്, തിരിച്ച് പോവല്ലേ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ടയേർഡാണ്. അപ്പം എല്ലാവരും ഒന്ന് ഇറങ്ങി ഫുഡൊക്കെ ഒന്ന് കഴിച്ച് പോകട്ടെ ഗൈസ്. ഗൈസ് അങ്ങനെ എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് വണ്ടി വിടുകയാണ്. അപ്പം നേരെ വണ്ടി വിടുകയാണ് കേട്ടോ ഗൈസ്. അപ്പം തന്നെ എല്ലാ ട്രാഫിക് വരുന്നത് ഗൈസ്. ഇതിനൊന്നും ഒരു അന്ത്യമില്ല ഗൈസ്. അപ്പം നേരെ പോണ വയ്യേനെ മെല്ലെ കിട്ടാം. അല്ലാതെ ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതാ KSRTC വണ്ണസ് വേറെ വണ്ണസാണ് ഗൈസ്. നമ്മളെ മുന്നേ വേറെ വണ്ണസാണ്. നമ്മളെ വണ്ണസ് മുന്നിൽ പോയി നിന്നിട്ട് ഗൈസ്. നമുക്കേതായാലും നേരെ വിടാം. ഇവിടെ നിൽക്കണ്ട. കാരണം എല്ലാവരും നല്ല ടയർഡാണ്. നമ്മളെ എത്തേണ്ട ഇവിടുത്തെ എത്തിച്ചിട്ട് കാണാം നമുക്ക് നമ്മളെ വണ്ടി ഷെഡ് കൊണ്ടിടാൻ. അപ്പോൾ വണ്ടി നമ്മൾ ആൾക്കാരൊക്കെ നൈസായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നേരെ ക്ലീൻ ആക്കണം, ഷെഡ് കൊണ്ടുപോയിട്ടാണ്ട്. അപ്പം നേരെ ഇനി നമുക്ക് നമ്മളെ ആൾക്കാരെ പിക്ക് ചെയ്യുന്ന അവിടെ പോയിട്ട് പോകട്ടെ ഗൈസ്. അവിടെ എത്തിയിട്ട് ഇനി കാണാം. കയറിയിരിക്കുകയാണ്.
ഇപ്പോൾ ചെറിയ ഫുഡ് കഴിക്കാൻ കയറിയാണ് കേട്ടോ ഗൈസ്. കാരണം അവിടെ നല്ല ഫുഡില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അതുകൊണ്ട് നമ്മൾ ഇവിടെ കയറിയാണ് ഫുഡ് കഴിക്കാൻ. അപ്പം നേരെ നമുക്ക് വണ്ടി ഒന്ന് പാർക്കിംഗ് സ്പോട്ടൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ അങ്ങനെ പാർക്കിംഗ് സ്പോട്ടൊന്നും ഇല്ല കേട്ടോ ഗൈസ്. കാരണം അവിടെ വിചാരിച്ച ഫുഡൊന്ന് തീർന്നതെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ ഒന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചത് ഗൈസ്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് വണ്ടി നമുക്ക് പാർക്കിംഗ് സ്പോട്ടിലേക്ക് കയറ്റിയിടാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇങ്ങോട്ടോട്ട് വന്നാൽ മതി. പിന്നെ നമ്മളെവിടെ വണ്ടി നിർത്തിയാണ്ട് വലിയ വിളിക്കുമ്പോൾ അവിടെ വരെ പോകണം ഗൈസ്. അവരവരും ഇവിടെ വെയിലും കൊണ്ട് നിൽക്കണം. അതുകൊണ്ടാണ് സൈഡ് വണ്ടീൻ്റെ ലുക്കൊക്കെ ഗൈസ് ഒരു വേറെ ലെവൽ തന്നെയല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് ടീമിനെ കറക്കി വിട്ട് എല്ലാവരും പോയിക്കോട്ടെ അല്ലേ. അപ്പോൾ എല്ലാവരും വന്ന് കയറിയിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് ഫുഡ്. അപ്പോൾ ഇവിടെ നല്ല ഫുഡുണ്ട് ഇനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് നേരെ വിടാം. ഫുഡിൻ്റെ കാര്യം കിടിലേനി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളും ഇവിടുന്ന് ചെറുതായിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളിവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇത് നമ്മളെ ടീമിൻ്റെ ഫുഡ് തന്നെയാണെന്ന്. നമുക്കറിയുന്ന ആൾക്കാരുടെ ഫുഡിന് ഹോട്ടലാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഓഫറിലൊക്കെ നമുക്ക് ഫുഡൊക്കെ കിട്ടി. ഇപ്പോൾ പാക്കേജ് അടുത്തുന്നവർക്ക് ലാഭമായി എന്ന് പറയാമല്ലോ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വിടാം. അപ്പം നേരെ വിട്ടിട്ട് അവിടെ നിന്ന് കാണാം കേട്ടോ ഗൈസ്. ഇട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് വണ്ടി എടുത്ത് കയറ്റാം. അപ്പം എല്ലാവരും പിള്ളേരതൊക്കെ പവർ പോയിട്ടിട്ട് ഗൈസ്. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് പവർ ഇനി അവരൊക്കെ അപ്പം ആ പവറൊന്നും കാണാനില്ല ഗൈസ്. കാരണം നമ്മളെ ട്രിപ്പ് നമ്മൾ ഗംഭീരമായിട്ട് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബ്ലാക്ക് പോയിട്ട് താമസമായി നല്ല പൊടിയുണ്ട്. അപ്പം നേരെ ഷെഡ് പോയിട്ട് നല്ലതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ ഗൈസ്. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് അടത്തിട്ട് കാണാം. എന്നിട്ടുണ്ട് ട്രിപ്പിനെ ചെക്കന്മാരൊക്കെ ആക്കി കൊടുത്തത്. അപ്പം നേരെ നമ്മൾ വിടുകയാണ് ഷെഡിക്ക്. അപ്പം നേരെ നമുക്ക് ഇനി ഷെഡിക്ക് പോവാം. വണ്ടി നല്ല വാഷൊക്കെ ചെയ്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചെക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു വാഷ് ചെയ്യാൻ. അപ്പോൾ വണ്ടി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മൾ ഷെഡിക്കട് കയറ്റാം കേട്ടോ ഗൈസ്. അപ്പോൾ ഷെഡിക്ക് നേരെ നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ട്. ജസ്റ്റ് മിസ്റ്റിന് പിടിച്ച്. ഇതൊക്കെ നമ്മളെ പ്രൈവറ്റ് ബസ്സാണ് ഇവിടെ ഓടുന്ന നൈറ്റ് സർവീസാണ്. അപ്പം നൈറ്റിന് ഓടുള്ളൂ. അവരെ വെറുതെ കിടക്കേണ്ടി വരില്ല ഗൈസ്. അപ്പം അതുകൊണ്ട് ഇവിടെ വരുന്നതാണ്. ഏതായാലും നമുക്ക് ഇവിടെ നിർത്താം. നമ്മളെ ക്യാപ്റ്റൻ്റെ ബ്ലാക്ക് ബോയിൻ്റെ ലുക്കൊക്കെ ഗൈസ്. പിന്നെ നേരെ നമുക്ക് ഇവിടുന്ന് പ്രസ് എടുത്ത് പോകാം ഗൈസ്. ഇതിൻ്റെയാണ് ഈ പ്രസ്സല്ല കേട്ടോ ബലേനോ. അപ്പോൾ നമ്മളെ ഡിക്കിയിൽ നമ്മളെ സാധനങ്ങൾ വെച്ചെന്ന്. അപ്പം നേരെ നമുക്ക് വണ്ടി കയറാം. ഡോറൊന്ന് അടിച്ചേക്കാം കേട്ടോ ഗൈസ്. അപ്പം നേരെ ഡിക്കി കൊണ്ട് അടച്ചേക്കാം. അപ്പം നേരെ വണ്ടിയിൽ വിടാം. ഇതാണ് നമ്മളെ ബലേനോ, സുസുക്കി ബലേനോ. പിന്നെ നമുക്ക് നേരെ വിടാം. മോഡിഫൈഡ് സാധനം കേട്ടോ, കയ്യിൽ വെക്കൂല. അതാണ് ഇവിടെ പവർ. നേരെ ഇവിടുന്ന് വിടുകയാണ്. പിന്നെ എല്ലാവർക്കും നമുക്ക് അടുത്ത വീഡിയോ കാണാം. then ബൈ. അപ്പോൾ എല്ലാവരും പോകുമ്പോൾ സബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെസ്റ്റ്. അപ്പം ഇനി എല്ലാവരും സബ് ചെയ്തോളി. അടുത്ത ദിവസം ജീവണ്ടെങ്കിൽ കാണാം. 10% അപ്പനെ കയ്യിൽ ഗൈസ് ഹെൽത്തിൻ്റെ കാര്യത്തിൽ. ഇവനാരാണ് പോക്കിന് ബലേനല്ലേ ഗൈസ്. ഏതായാലും ഞങ്ങൾക്ക് നേരെ വീട്ടിലേക്കാണ് പോണേ. ഇപ്പോൾ വീടെത്തുമ്പോഴത്തേനും എനിക്കൊരു പരീക്ഷ പോകേണ്ടിയാവും ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ഇവിടെ വെച്ചെന്ന് നിർത്താന്ന് വെച്ചേ. പിന്നെ വീട്ടിലേക്ക് പോകണ വയ്യൊക്കെ അടിപൊളിയാണ് ഗൈസ്. ഏതായാലും നമുക്ക് വീടെത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ വീടെത്തിയിട്ടുണ്ട്. നമുക്ക് ഒടുക്കത്തെ പാറാണ് കേട്ടോ ഗൈസ്. സാധനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഒടുക്കത്തെ പാറാണ്. നേരെ ഇനി വണ്ടി കയറ്റിയേക്കാം. അത്ര വീഡിയോ എത്തും. ബൈ.